അരുൺ, അതീവ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും കൃത്യമായൊരു സൂചനകളൊന്നും ലഭ്യമല്ല. എന്നിരുന്നാൽ കൂടിയും ഒരു പ്രതീക്ഷ തന്നെയല്ലേ കുടുംബത്തിന് ഇപ്പോഴും ബാക്കിയുള്ളത്? തീർച്ചയായും ഈ പ്രതീക്ഷ കുടുംബം കൈവിടുന്നില്ല, ഈ നാട്ടുകാരൊന്നും തന്നെ കൈവിടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ വലിയ ആശങ്ക തന്നെയാണ് ഇവരിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെ നേരത്തെ റഡാറുള്ള ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലോറി കാണും എന്നുള്ളതായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്നുള്ള മണ്ണ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴും പലതരത്തിലുള്ള പ്രതീക്ഷകളുണ്ട്. അതായത് അർജുൻ്റെ ബന്ധു തന്നെ പറയുന്നുണ്ട്, സ്ഥിരമായി ഈ വാഹനം പാർക്ക് ചെയ്യുന്ന ഭാഗം, ആ വാഹനം പാർക്ക് ചെയ്യുന്ന ഭാഗത്തെ മണ്ണ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി കുറച്ച് മറ്റെവിടെയെങ്കിലുമാണോ വാഹനം പാർക്ക് ചെയ്തത്, അവിടെ ഉണ്ടാകുമോ ആ വാഹനം എന്നുള്ള തരത്തിലൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നദിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ പെട്ടിട്ടുണ്ടാകുമോ, ആ നദിയുടെ ഭാഗത്ത് മറ്റോ വാഹനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ തരത്തിൽ അവർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടില്ല. വെള്ളത്തിലാണ് വാഹനം വീണത് എങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളം കയറുമ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആവേണ്ടതായിരുന്നു. പക്ഷേ ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവാത്തത് കൊണ്ട് തന്നെ റിങ് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ അർജുനും വാഹനവും മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഒരു പ്രതീക്ഷ തന്നെയാണ് അവരൊക്കെ പങ്കുവയ്ക്കുന്നത്. നിലവിൽ ഏതായാലും ഈ സൈന്യം വരുന്നതോടുകൂടെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വേഗത കൈവരിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളൊരു ആശ്വാസം ഈ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിലെ മെല്ലെപ്പോക്ക് വലിയ രീതിയിലുണ്ടായിരുന്നു. കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള അലംഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി അടക്കം ഇവിടെ ആളുകൾ പ്രതിഷേധിക്കുകയുണ്ടായി. അർജുൻ്റെ വീടിന് സമീപത്തായി ആളുകൾ പ്രതിഷേധിക്കുകയുണ്ടായി. ഇന്നും രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയത്ത് വലിയ രീതിയിൽ നാട്ടുകാർ, സ്ത്രീകളും കുട്ടികളും ഒന്നടങ്കം ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ വന്നവർ പ്രതിഷേധിക്കുന്ന, ഈ ജംഗ്ഷനിൽ റോഡരികിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. പക്ഷേ പിന്നീട് കൃത്യമായി തന്നെ സൈന്യം വേണമെന്നൊരാവശ്യമായിരുന്നു അവർക്കുണ്ടായത്. അതായത് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കണം, ദ്രുതഗതിയിലാക്കണം. ആ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ അതിന് സൈന്യം വരണം, അത് വേണ്ട നടപടികൾ വേണമെന്നായിരുന്നു അവരുടെ ആവശ്യമായിട്ടുണ്ടായിരുന്നത്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കും പ്രധാനമന്ത്രിക്കും ഉൾപ്പെടെ അവർ ഇത്തരത്തിൽ സൈന്യത്തെ രംഗത്തിറക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. മെയിൽ ആയിട്ടായിരുന്നു കത്ത് നൽകിയിരുന്നത്. പക്ഷേ അതിനുശേഷം കൃത്യമായി ആ ഒരു സൈന്യത്തിൻ്റെ വരവ് ഉണ്ടായി. ഉച്ചയോടുകൂടെ സൈന്യം എത്തി. ഇപ്പോൾ ഏതായാലും സൈന്യം എത്തി. ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ പുരോഗമിക്കുമ്പോഴും റഡാർ ഉണ്ടായിരുന്ന ഭാഗത്ത് അർജുൻ്റെ വാഹനവും ഉണ്ടാവും എന്നുള്ള റഡാറിൽ ആ ഒരു മെറ്റൽ പാർട്ട് ഡിറ്റക്ട് ചെയ്ത് ആ ഒരു ഭാഗത്ത് കൃത്യമായി തന്നെ അർജുൻ്റെ വാഹനവും ഉണ്ടാവും എന്നുള്ളതായിരുന്നു പ്രതീക്ഷയായിട്ടുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഏതായാലും ആ മണ്ണ് മുഴുവൻ അവിടെ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. ആ റോഡിൻ്റെ ഒരു വശം മുഴുവൻ നീക്കം ചെയ്തിരിക്കുന്നു. ആ ഭാഗത്തെ മണ്ണൊക്കെ നീക്കം ചെയ്യുമ്പോൾ ഇവരെല്ലാം വളരെ നെഞ്ചിടിപ്പോടുകൂടെ തന്നെ അതേസമയം തന്നെ പ്രതീക്ഷയോടുകൂടെ നോക്കുകയായിരുന്നു. ടി വിയിലും മറ്റുമൊക്കെ അർജുനെയും ആ വാഹനത്തെയും കണ്ടെത്തുമോ, അവിടെ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ അവിടെ ഒന്നും ഇല്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും അവർ ഇപ്പോൾ ആരും പ്രതീക്ഷ കൈവിടുന്നില്ല. ഇപ്പോൾ ഈ മണ്ണിനടിയിലില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായി തന്നെ അർജുൻ ഉണ്ടാവും, ആ വാഹനവും ഉണ്ടാവും, തിരികെ അർജുൻ വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ നിമിഷവും ഉള്ളത്. അരുൺ, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക സർക്കാർ ആദ്യഘട്ടത്തിൽ നടത്തിയ ഇത്തരത്തിലുള്ള അലംഭാവവും അല്ലെങ്കിൽ മന്ദഗതിയിലായ രക്ഷാദൗത്യത്തെയൊക്കെ തന്നെ വളരെ വളരെ ശക്തമായ രീതിയിലാണ് വിമർശനങ്ങൾ ഉയർന്നിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്, വളരെ ശക്തമായൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഇന്നും ഇത്തരത്തിലാണ് നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയും പുറത്തു വരുന്നത്. ഇന്ന് രാവിലെയൊക്കെ വലിയ വിമർശനമായിട്ടായിരുന്നു നാട്ടുകാർ രംഗത്തെത്തിയിരുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ആ വീഴ്ച അതിനെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അവർ പ്രതികരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് സൈന്യം കൂടെ എത്തിയതോടുകൂടെ തന്നെ അവർക്ക് അതൊരു ആശ്വാസവും പ്രതീക്ഷയും ഏകുന്ന കാര്യമായി മാറി എന്നുള്ളത് തന്നെയാണ്. നിലവിലേതായാലും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത്.
ഇപ്പോൾ ഈ അർജുൻ്റെ വീട്ടിലേക്ക് പല ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാടകയിൽ നിന്നുള്ള ഈ കോൺഗ്രസിൻ്റെയും മറ്റുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ ആളുകൾ, കോൺഗ്രസിൻ്റെ PCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും മറ്റും അർജുൻ്റെ വസതിയിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PCC ജനറൽ സെക്രട്ടറി, കർണാടകയിൽ നിന്നുള്ള ഒരു PCC ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഉൾപ്പെടെ. ഏതായാലും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ വീഴ്ചയൊക്കെ വലിയ വിമർശനമായി ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെയും മറ്റും ആളുകൾ ഇവിടേക്ക്, കർണാടകയിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ന് കർണാടക സർക്കാരിൻ്റെ പേജുകളിലും മറ്റുമൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മന്ത്രിമാരുടെ ഫേസ്ബുക്ക് പേജുകളിലാണെങ്കിലും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമായിരുന്നു മലയാളികൾ നടത്തിയിരുന്നത്. സേവ് അർജുൻ എന്ന പേരിൽ ഹാഷ്ടാഗ് തന്നെ അവർ രൂപീകരിച്ചുകൊണ്ടായിരുന്നു ഈ സർക്കാരിൻ്റെ, കർണാടക സർക്കാരിൻ്റെ പ്രത്യേകിച്ച് മന്ത്രിമാരുടെയൊക്കെ പേജുകളിൽ പ്രതികരണമായി നടത്തിയിരുന്നത്. അതിൽ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇത്തരത്തിൽ കർണാടകയിൽ നിന്നുള്ള സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടാവണം ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആ ഒരു മലയാളികൾ ഒന്നടങ്കം ആ ഒരു ആവശ്യവുമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിലൊക്കെ കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയൊക്കെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഭാഗത്തേക്ക് എത്തുകയുണ്ടായി. പക്ഷേ അത്തരത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്കൊക്കെ എത്തുന്നത് തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനത്തെ, ആ ദൗത്യത്തെയൊക്കെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകം കൂടെയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നിലവിലേതായാലും അങ്ങനെ ഒരു രൂക്ഷ വിമർശനമൊക്കെ ഈ കർണാടക സർക്കാരിനെതിരെ, കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ PCCയുടെ ജനറൽ സെക്രട്ടറി മറ്റുമൊക്കെ അർജുൻ്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി ഈ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക്, കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നിലവിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബം പ്രധാനമായും പ്രതീക്ഷ വെക്കുന്നത് ഈ മണ്ണ് മാറ്റി ആ റോഡരികിൽ ഏതായാലും ലോറി ഇല്ല, ഇനി അടുത്തതായിട്ട് മറ്റേതെങ്കിലും ഭാഗത്തായിട്ട് ഈ ലോറി ഉണ്ടാവുമോ എന്നുള്ളത് തന്നെയാണ്. അതും ഈ മൊബൈൽ ഫോൺ റിങ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷയേകുന്ന കാര്യം. കാരണം വെള്ളത്തിലാണ് ഈ ലോറി പെട്ടത് എങ്കിൽ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നതിന് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിനകത്ത് പെട്ടിട്ടുണ്ടാവില്ല, ഒഴുക്കിൽ പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് എവരും പ്രതീക്ഷിക്കുന്നത്. മറ്റെവിടെയോ അർജുൻ സുരക്ഷിതമായിട്ട്, അർജുൻ്റെ വാഹനവും സുരക്ഷിതമായി തന്നെ ഉണ്ട്, അത് തിരികെ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഈ അവസാന നിമിഷവും അവർ കൈവിടുന്നില്ല. മാത്രമല്ല ഈ സൈന്യം എത്തിയതോടുകൂടെ തന്നെ വലിയ ദ്രുതഗതിയിൽ തന്നെയുള്ള രക്ഷാപ്രവർത്തനം ഇനി നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ കോഴിക്കോട്ടെ അർജുൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കായാലും ഈ നാട്ടുകാർക്ക് ഒന്നടങ്കം തന്നെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അത് ഏത് ഗതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ദുഷ്കരമായി, സങ്കീർണമായി ആണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എത്രത്തോളം ഒരു സാധ്യത ഉണ്ടെന്നും അല്ലെങ്കിൽ ഇനി ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ എത്രത്തോളം ഇന്നത്തെ ഈ ഒരു രക്ഷാദൗത്യം മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യത്തിൽ പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടിയും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമങ്ങൾ നടത്തുകയാണ് സൈന്യം. അരുൺ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ആ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണങ്ങൾ എന്തെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? കൂടുതൽ പിന്തുണയുമായി ജനപ്രതിനിധികൾ അവിടെ എത്തിച്ചേരുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള ഒരു പ്രതികരണങ്ങളും ഒരു സാഹചര്യവും എങ്ങനെയാണ്? വളരെ നെഞ്ചെടുപ്പോടുകൂടെ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടവും അവർ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ റഡാർ ഉണ്ടായിരുന്ന ഭാഗത്തെ ലോറികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു, അവിടെ ഉണ്ടാവും, ആ വാഹനവും അർജുനും അവിടെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു നേരത്തെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ മണ്ണ് മുഴുവൻ ഏറെക്കുറെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു വാഹനം ഇല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണെങ്കിൽ തിരച്ചിൽ പുഴയിലേക്ക് മാറ്റിയിരിക്കുന്നു. പുഴക്കരയിൽ ആ ഭാഗത്ത് മൂടിക്കിടക്കുന്ന മണ്ണുൾപ്പെടെ ഇനി മാറ്റേണ്ടതുണ്ട്. അത്തരം നടപടികളൊക്കെ ഇനി പുരോഗമിക്കുമ്പോൾ അവിടെ ഉണ്ടാവുമോ അർജുൻ എന്നുള്ളത്, അർജുൻ്റെ വാഹനം എന്നുള്ളതൊക്കെ തന്നെയാണ് ഇവരെല്ലാം പ്രതീക്ഷയോടുകൂടെ നോക്കി കാണുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പ്രതികൂല കാലാവസ്ഥ അതൊക്കെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവർക്കൊക്കെ അത് വലിയ രീതിയിൽ നെഞ്ചിടിപ്പേറ്റുന്നുണ്ട്. കാരണം ഉച്ചയോടുകൂടെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും ഈ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കനത്ത മഴ ഈ കർണാടകയിലെ പെയ്തുകൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന ആ ഭാഗത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ രക്ഷാപ്രവർത്തനത്തിനെ വലിയ ദുഷ്കരമായി തന്നെ ബാധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. മാത്രമല്ല ഇപ്പോൾ സമയം ഏതായാലും വൈകുന്നേരമായിരിക്കുന്നു. ഇനി കുറച്ച് നേരം മാത്രമേ ഈ സൂര്യപ്രകാശം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സൂര്യപ്രകാശം ഇല്ലാതാവുമ്പോൾ പിന്നെ രാത്രിയിലുള്ള ഈ തിരച്ചിൽ എന്ന് പറയുന്നത് അതും കൂടുതൽ ദുഷ്കരമായിരിക്കും. മഴയും പെയ്ത് ഇരുട്ടും കൂടെ ആവുമ്പോൾ ആ രക്ഷാപ്രവർത്തനം എത്രത്തോളം ദുഷ്കരമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അത്തരം വേളയിൽ ചിലപ്പോൾ രക്ഷാപ്രവർത്തനം പിന്നീട് ഒരുപാട് ഇരുട്ടുന്ന
വേളയാണെങ്കിൽ അങ്ങനെ അത് നിർത്തിവെച്ച് പിന്നെ അടുത്ത ദിവസത്തേക്ക് തുടരുന്ന തരത്തിലേക്ക് മാറ്റും. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും ആ ഒരു പ്രതീക്ഷയോടുകൂടെ ഒരു ദിവസം കൂടെ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഇന്ന് തന്നെ 6 ദിവസമായി, യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ 6 ദിവസമായി ഇങ്ങനെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം ദൗത്യസംഘം തുടരുന്നതിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായ വീഴ്ച തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ആദ്യഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, കർണാടകയിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിൽ അവർ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ശ്രദ്ധ നൽകിയില്ല, ഊന്നൽ നൽകിയില്ല എന്നുള്ളതാണ്. ഏതാനും JCBയും ഏതാനും വാഹനങ്ങളുമായിട്ട് ചെറിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ തന്നെ അവർ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ അർജുനെ കണ്ടെത്താൻ ഒരു ചിലപ്പോൾ കഴിഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉയരുന്ന സ്ഥിതി വരെ ഉണ്ടായി. പിന്നീട് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയ്ക്ക് വേണ്ടി കുടുംബം അവർക്ക് മെയിലും മറ്റുമൊക്കെ അയക്കുകയുണ്ടായി. അതിനുശേഷം സുരേഷ് ഗോപി തന്നെ നേരിട്ട് ഈ കുടുംബത്തെ വിളിച്ചതിന് ശേഷം പ്രതീക്ഷയോടെ കാത്തിരിക്കുക, എല്ലാ നടപടികളും താൻ ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ അറിയിക്കുന്നു. അതിനൊക്കെ ശേഷം സൈന്യം എത്തുന്നു. സൈന്യം എത്തണമെന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ ആവശ്യം. കുടുംബം പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് ഈ കർണാടക സർക്കാർ ഇങ്ങനെ വലിച്ചു നീട്ടുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ അടുത്ത ഒന്നും ഈ അർജുനെ കണ്ടെത്തുന്നതിന് കഴിയില്ല. കാരണം അത്രയും മെല്ലെപ്പോക്കായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ സൈന്യം എത്തണമെന്നുള്ളതായിരുന്നു. ആ സൈന്യം എത്തണമെന്ന് ആവശ്യപ്പെട്ട് ഏതായാലും സൈന്യം ഉച്ചയോടുകൂടെ തന്നെ എത്തി. പക്ഷെ വലിയ ഒരു ദുഃഖകരമായ കാര്യം എന്നുള്ളത്, സൈന്യം എത്തിയതിന് ശേഷം അവർ ആ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന വേളയിൽ തന്നെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അവിടെ കനത്ത മഴയാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സൈന്യം അവിടെ കാലുകുത്തിയതിന് ശേഷം ഇതുവരെ മഴ നിന്നിട്ടില്ല, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏത് ദുഷ്കരമായ കാലാവസ്ഥയിലും അവർക്ക് ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രാവീണ്യം, ട്രെയിനിങ് ഒക്കെ നേടിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടും രക്ഷാപ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കും എന്നുള്ളതാണ്. കാരണം ഈ കനത്ത മഴയും ഇരുട്ടും ഒക്കെ ആവുമ്പോൾ ആ രക്ഷാപ്രവർത്തനം ചെയ്യുന്നതിന് പല പരിമിതികളും ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും ആ പുഴ കേന്ദ്രീകരിച്ച് നടത്തുന്ന രക്ഷാപ്രവർത്തനം, പ്രത്യേകിച്ച് ആ പുഴയുടെ ആ ഒരു തീരഭാഗത്തും മറ്റുമൊക്കെ വലിയ രീതിയിൽ മണ്ണടിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അവിടുത്തെ മണ്ണൊക്കെ മാറ്റുന്ന വേളയിൽ അവിടെ നിന്നും അർജുനെയും വാഹനത്തെയും ഒക്കെ കണ്ടുകിട്ടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പുഴയിലെ വെള്ളത്തിൽ ഒഴുക്കിൽ പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത നന്നേ കുറവായിരിക്കും എന്നുള്ളത് തന്നെയാണ് എവരും പ്രതീക്ഷിക്കുന്നത്. കാരണം അർജുൻ്റെ മൊബൈൽ ഫോണിലൊക്കെ വിളിച്ച സമയത്ത് ഫോൺ റിങ് ചെയ്തു എന്നുള്ളതാണ് ഈ കുടുംബമാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ വലിയ പ്രതീക്ഷയായി കാണുന്നത്. അതാണ് കാരണം ആ മൊബൈൽ ഫോൺ റിങ് ചെയ്തത് ഈ പുഴയിലെ വെള്ളത്തിലോ ആണെങ്കിൽ മൊബൈൽ ഫോൺ സ്വാഭാവികമായിട്ടും സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ റിങ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ അർജുൻ ഈ കരയുടെ ഭാഗത്ത് തന്നെ ഉണ്ട്, അർജുനും വാഹനവും എന്നുള്ളത് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. നിലവിലേതായാലും ആ രക്ഷാപ്രവർത്തനം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഈ നാടൊന്നാകെ ഈ ബന്ധുക്കളും മറ്റുമൊക്കെ, അർജുൻ്റെ ബന്ധുക്കളും മറ്റുമൊക്കെ ഉറ്റുനോക്കുകയാണ്. അർജുനെ കാണണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെയാണ് ഇവരെല്ലാം കാത്തിരിക്കുന്നത്. ഏതായാലും ആ പ്രാർത്ഥന, നാടിൻ്റെ ഒന്നാകെ പ്രാർത്ഥന ഫലിച്ചുകൊണ്ട് അർജുനന് തിരിച്ച് വരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ നിമിഷത്തിലും കോഴിക്കോട് നിന്നും നമുക്ക് നൽകാൻ കഴിയുന്നത്. അരുൺ, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് കർണാടകയിൽ നിന്നുള്ള PCC ജനറൽ സെക്രട്ടറിയായ ഷാഹിദ് അർജുൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനായി അവരെ കാണുന്നതിന് വേണ്ടി എത്തിയത്. ഏതായാലും കുടുംബം ഈ പരാതികൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ളതാണ്. ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വീഴ്ചയും മെല്ലെപ്പൊക്കുകളും സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിക്കുകയുണ്ടായി. സർക്കാരിനെ, കർണാടക സർക്കാർ ഇതിൽ കൂടുതൽ ദ്രുതഗതിയിൽ ഇടപെടണം, കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യം ഈ PCC ജനറൽ സെക്രട്ടറിയോട് അർജുൻ്റെ കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. മാത്രമല്ല ഈ അർജുൻ്റെ ബന്ധുക്കളും മറ്റുമൊക്കെ ഈ തിരച്ചിൽ നടക്കുന്ന ഭാഗത്തുണ്ട്. അവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പല ഭാഗത്തും ഈ സർക്കാരിൻ്റെ ഈ രക്ഷാപ്രവർത്തനത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം വീഴ്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും മറ്റുമൊക്കെ ഇത് ധരിപ്പിക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുകയുണ്ടായി. ശേഷം നമ്മൾ മാധ്യമങ്ങളും അദ്ദേഹത്തോട് കൃത്യമായി എടുത്ത് ചോദിച്ചു, ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ 6ാം ദിവസത്തേക്ക് കടക്കുന്ന തരത്തിലേക്ക് എത്താൻ കാരണം ഈ കർണാടക സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിലുണ്ടായ വീഴ്ച തന്നെയല്ലേ ഈ പ്രശ്നത്തിന് കാരണം എന്ന് ചോദിക്കുകയുണ്ടായി. പക്ഷേ
അദ്ദേഹം ആദ്യ ഘട്ടത്തിൽ ഒരു ശ്രദ്ധ തങ്ങൾക്ക് ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തുറന്ന് സമ്മതിക്കുകയായിരുന്നു. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ, ചിക്കമംഗളൂരു ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ സമാന രീതിയിലുള്ള അപകടങ്ങൾ ഈ ശക്തമായ കനത്ത മഴയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഉണ്ടായപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ പെട്ടെന്ന് പോയി ഇടപെടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഇതൊരു റിമോട്ട് ഏരിയയാണ് ശിരൂർ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ റിമോട്ട് ഏരിയയിലേക്ക് എത്തിപ്പെടുന്നതിന് കുറേയേറെ ബുദ്ധിമുട്ടുകൾ തങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ ഈ ശിരൂർ ഭാഗത്തേക്കൊക്കെ എത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിലെ ആ ഒരു മെല്ലെപ്പോക്കോ മറ്റു നടപടികളോ ഉണ്ടായത്. പക്ഷേ പിന്നീട് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ കൃത്യമായി തന്നെ ഈ വിഷയം എടുത്തു കാണിക്കുകയും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മലയാളികൾ ഒന്നടങ്കം ഈ കർണാടക സർക്കാരിൻ്റെ ഫേസ്ബുക്ക് പേജിലും മറ്റുമൊക്കെ കയറി ചെന്ന് സേവ് അർജുൻ എന്ന തരത്തിൽ കമൻറ്റുകളും മറ്റുമൊക്കെ ഇടുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു. ഈ ഒരു അർജുൻ്റെ കണ്ണാടിക്കലിലെ വീടിന് സമീപത്ത് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ എത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അത്തരം കാര്യങ്ങൾ ഏതായാലും ഇപ്പോൾ സർക്കാരിനെ കൂടുതൽ ദ്രുതഗതിയിൽ പ്രവർത്തിക്കുന്നതിന് വഴിവെച്ചു എന്നും അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മാധ്യമങ്ങളുടെ ഇടപെടലും മാധ്യമങ്ങൾ കൃത്യമായി അത് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തതോടുകൂടെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അർജുൻ ഉൾപ്പെടെ 3ഓളം ആളുകളെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഏതാനും മൃതദേഹങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല. അവർ മരിച്ചു എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ആ മൃതദേഹങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ വേണ്ടിയുള്ള നടപടികൾ ഏതായാലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ആ മൃതദേഹങ്ങൾ കണ്ടെത്താനും ഒപ്പം തന്നെ അർജുനും മറ്റ് ആളുകളെയും ജീവനോടെ തന്നെ അവരെ കണ്ടെത്താൻ, അവരെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് തങ്ങൾക്കുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഏതായാലും കുടുംബം ഏതായാലും കർണാടകയിൽ നിന്ന് എത്തിയ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് കൂടുതൽ അത് കാര്യക്ഷമമായി തന്നെ നടത്തണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അത് തന്നെയാണ്. രക്ഷാപ്രവർത്തനം ദുഷ്കരമായാൽ കൂടിയും പ്രതീക്ഷകൾ മങ്ങുന്നില്ല. എത്രയും വേഗം അർജുനെ കണ്ടെത്തണമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. കർണാടകയിൽ നിന്നും KS ശ്രീജിത്തും ദിസ്ന സുരേഷും, കോഴിക്കോട്ട് അർജുൻ്റെ വീട്ടിൽ നിന്നും അരുൺ ആലത്തൂരുമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.